അങ്ങനെ ബി ജെ പിയുടെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കളം നിറഞ്ഞ് ആടാൻ തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ ബി ജെ പിയിലെ വിഭാഗീയതയെ മുഴുവൻ അകറ്റി നിർത്തിക്കൊണ്ട് ഗ്രൂപ്പ് പ്രവർത്തനങ്ങളൊക്കെ നടത്തിയവരെ പത്തി മടക്കി നിൽക്കുകയാണ്. കാരണം രാജീവ് ചന്ദ്രശേഖരനെ ഇങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത് കേന്ദ്ര നേതൃത്വമാണ്. മോദി അമിത്ഷാ കൂട്ടുകെട്ടാണ്. അതുകൊണ്ട് അതിൽ കയറി തൊട്ട് കളിച്ചാൽ ചിലപ്പോൾ പാർട്ടിയിൽ നിൽക്കക്കള്ളി ഇല്ലാതാകും എന്ന് മനസ്സിലാക്കിയവർ ഇപ്പോൾ പത്തി താഴ്ത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഗുണം എല്ലാ നേതാക്കന്മാർക്കും ബി ജെ പിക്കും സംസ്ഥാനത്തുണ്ടാകാൻ പോവുകയാണ്. രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ വന്നിട്ട് ഏതാനും നാളുകളെ ആയുള്ളൂ. പക്ഷെ പല സംഭവ വികാസങ്ങളും കേരളത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. പാർട്ടി കോൺഗ്രസ് അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ, അതായത് CPM-ന്റെ എന്താണ് സംഭവിച്ചതെന്ന് എൻ്റെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. രാജീവ് ചന്ദ്രശേഖറെ ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് കഴിവുള്ള നേതാക്കന്മാരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. അവരെ കണ്ടെത്തുക. പുനഃസംഘടനയ്ക്ക് പാർട്ടി ഒരുങ്ങുന്നു. അങ്ങനെ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുമ്പോൾ കഴിവുള്ള ചെറുപ്പക്കാരായിട്ടുള്ളവരെയാണ് കണ്ടെത്താൻ പോകുന്നത്. ഇതുവരെ തന്നെ വളരെ കുറച്ച് നാളുകളെ ആയുള്ള രാജീവ് എത്തിയിട്ട് 3 കാര്യങ്ങളിലാണ് നേട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന്, പുതിയ തലമുറയെയാണ് രാജീവ് രംഗത്തിറക്കുന്നത്. കാര്യങ്ങളെയൊക്കെ ആത്മസംയമനത്തോടുകൂടി അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിനെ പലരും പരിഹസിച്ചു. മലയാളം അറിയില്ല, താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല, അങ്ങനെ ഇറങ്ങിച്ചെന്നിട്ടുള്ള ഒരു നേതാവല്ല എന്ന്. അതെങ്ങനെ പറയാൻ കഴിയും? ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് അദ്ദേഹം താഴെ തട്ടിലുള്ള ജനങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങിച്ചെല്ലുകയും തിരുവനന്തപുരത്തെ അടുത്ത ഒരു 10 വർഷത്തിനുള്ളിൽ എങ്ങനെയാക്കി തീർക്കുമെന്നുള്ളതിൻ്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ഒരു രൂപരേഖയാണ് ഇവിടുത്തെ വോട്ടർമാരുടെ മുമ്പിൽ അദ്ദേഹം സമർപ്പിച്ചത്. പക്ഷേ 1 വർഷം മുമ്പ് രാജീവ് ചന്ദ്രശേഖരനെ തിരുവനന്തപുരത്ത് ഇറക്കിയിരുന്നുവെങ്കിൽ ഇന്ന് BJP-യുടെ കൈകളിൽ തിരുവനന്തപുരം ഭദ്രമായിരുന്നേനെ. അത് BJP-യുടെ കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും അതിന് വേണ്ടതായ രീതിയിലുള്ള കരുക്കളാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും രാജീവ് ഉണ്ടാക്കിയ രണ്ടാമത്തെ നേട്ടം, മുനമ്പം വിഷയത്തിൽ ഉണ്ടാക്കിയ വിജയം. ഒരു മതേതരത്വം അവിടെ ഉണർന്നു എന്നുള്ളതാണ്. അതായത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയൊക്കെ ചേർത്ത് നിർത്തി. കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ഉണ്ടായ ആ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയ ഒരു വരവേൽപ്പ് മറ്റ് ഏത് പാർട്ടിക്കാർക്ക് കിട്ടിയിട്ടുണ്ട്? ഹൈബി ഈഡനെയൊക്കെ എടുത്ത് അറബിക്കടലിൽ എറിഞ്ഞില്ലേ മുനമ്പത്തുകാര്? അവിടെ പറ്റിച്ച ഹൈബി ഈഡനും BD സതീശനും ഒക്കെ മുനമ്പത്തുകാരെ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ CPM നേതാക്കന്മാരും ഒക്കെ. ഇനി മൂന്നാമത് രാജീവ് ചന്ദ്രശേഖർ വഴി ഉണ്ടായ നേട്ടം, മുഖ്യമന്ത്രിയുടെയും മകളുടെയും എതിരായ ആ കേസുകളൊക്കെ തന്നെ SFIO പുറത്തുവിട്ടതോടുകൂടി അത് ഫലപ്രാപ്തിയിൽ എത്തി. പാർട്ടി കോൺഗ്രസ് തുടങ്ങി കഴിയുമ്പോഴാണ് ഒരു ഇടിത്തി പോലെ പിണറായിയുടെ തലയിലേക്കാണ് വീണത്. മകൾ കുറ്റക്കാരിയാണെന്ന്. അത് പാർട്ടിക്ക്, പിണറായിക്കും ഒക്കെ തന്നെ ഒരുപോലെ വലിയ ഷോക്കാണ് അവിടെ സംഭവിച്ചത്. ഇതോടുകൂടി CPM-ന്റെ 3-ാം വട്ടം വരുമെന്നുള്ള ആ പ്രതീക്ഷ അസ്തമിച്ചു. അതിനോടൊപ്പം തന്നെ പിണറായി യുഗവും ആ ഇടുത്തിയിൽ കരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ഇത് മൂന്നുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാക്കിയ ഒരു വലിയ നേട്ടം. എങ്കിൽ അദ്ദേഹം ഇനി ചെയ്യാൻ പോകുന്നത് ചെറുപ്പക്കാരെ കണ്ടെത്തി, അതായത് പ്രധാനമായിട്ടും ഇപ്പോൾ പല വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുമ്പോൾ പ്രഗത്ഭരായിട്ടുള്ള ഒരു യുവ നിരയെ അങ്ങോട്ട് ചാനൽ ചർച്ചകളിലേക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുക. മുൻപാണെങ്കിൽ BJP ചെയ്തുകൊണ്ടിരുന്നത് ചാനൽ ചർച്ചകളിൽ വിടുന്നത് വളരെ വേണ്ട തരത്തിൽ
എതിരാളികളോട് പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവരെ അല്ല വിട്ടുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതിനൊക്കെ മുൻപ് നല്ല BJP-യുടെ ശക്തന്മാരുണ്ടായിരുന്നു. ശിവൻകുട്ടിയും സുരേഷും രഞ്ജിത്തും ഒക്കെ ഉണ്ടായിരുന്ന ഒരു നിര ഉണ്ടായിരുന്നു. അവരെയൊക്കെ അകറ്റി നിർത്തി പിന്നീട് ഈ മീഡിയ സെല്ലിന്റെ ചുമതല വഹിച്ചിരുന്ന ആള്. അത് കഴിഞ്ഞ് ഇപ്പോൾ രാജീവിലെത്തുമ്പോൾ അതാത് വിഷയങ്ങളിൽ പ്രാഗൽഭ്യം നേടിയവരെ ആയിരിക്കും ചർച്ചയ്ക്ക് പറഞ്ഞു വിടുക. അതായത് വഖഫ് വിഷയം, മുനമ്പം വിഷയത്തിൽ അക്കാര്യത്തിൽ സാമാന്യം ധാരണയുള്ള ആള്, അല്ലെങ്കിൽ ട്രംപ് മോദി കൂടിക്കാഴ്ച, ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അക്കാര്യത്തിൽ വിദേശകാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ള ആളിനെ ആയിരിക്കും അതിലേക്ക് വിടുക. ഇപ്പോൾ സന്ദീപ് അജസ്പതിയോ അങ്ങനെയുള്ളവരെയൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖർ കണ്ടെത്തി അവരെ കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇനി കൂടാതെ പാർട്ടി കേന്ദ്രങ്ങളൊക്കെ തന്നെ സേവാ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ പ്രത്യേകം നേതാക്കന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത് പ്രധാനമന്ത്രിയുടെ പലതരത്തിലുള്ള പദ്ധതികളുണ്ട്. പ്രധാനമന്ത്രി കിസാൻ പദ്ധതി, ആവാസ് യോജന, പ്രധാനമന്ത്രി ആയുഷ്മാൻ പദ്ധതി, മുദ്രാ ലോണ്, നിരവധി പദ്ധതികളുണ്ട്. ഇതൊന്നും സാധാരണക്കാരിൽ താഴെയുള്ളവർക്കോ ഒന്നും തന്നെ അറിവില്ല. ഏതെങ്കിലും തരത്തിലുള്ള ലോൺ ഉണ്ടോ എന്ന് അന്വേഷിച്ച് ബാങ്കുകളിൽ ചെല്ലുമ്പോൾ ബാങ്കുകാരും തന്നെ പറഞ്ഞു കൊടുക്കാറില്ല പ്രധാനമന്ത്രിയുടെ വീട് നിർമ്മിക്കുന്നതിന് ഈ ആവാസ് യോജനയുണ്ട്, അല്ലെങ്കിൽ കൃഷി ആവശ്യങ്ങൾക്ക് കിസാൻ പദ്ധതി, അല്ലെങ്കിൽ ആരോഗ്യത്തിന് ആയുഷ്മാൻ, ഇതൊന്നും പറഞ്ഞു കൊടുക്കാറില്ല. ലോൺ ചോദിച്ചു വരുന്ന സാധാരണക്കാരിൽ താഴെയുള്ളവരും അവരെ നിരുത്സാഹപ്പെടുത്തി വിടുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പാർട്ടി നേതാക്കന്മാർ കണ്ടെത്തി ഇവർക്ക് വേണ്ട തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് അവരെ ബാങ്കുകളിൽ എത്തിച്ച് ലോൺ പാസ്സാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് സുരേഷ് ഗോപിയും മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി കേന്ദ്രങ്ങളെ സേവാ കേന്ദ്രങ്ങളാക്കണം. അല്ലാതെ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ അവിടെ വന്നിരുന്ന് ചുമ്മാ ചളവള വർത്തമാനവും പറഞ്ഞ് പത്രവും വായിച്ച് എഴുന്നേറ്റ് പോകാനുള്ള ഒരിടമല്ല. സേവാ കേന്ദ്രങ്ങളാക്കി മാറ്റണം. ഇപ്പൊ കോൺഗ്രസ്സുകാരുടെ ഭരണകാലത്തായിരുന്നു ഇത്തരത്തിലുള്ള പദ്ധതികളെങ്കിൽ ആ പ്രധാനമന്ത്രിമാരെന്ന് പറഞ്ഞാൽ ഇവര് നെഹ്റു കുടുംബക്കാരുടെ, ഇപ്പൊ പപ്പുമോനായി ഇരിക്കുന്നതെങ്കിൽ പപ്പുമോന്റെ പേരിലായിരിക്കും ആ പദ്ധതിയൊക്കെ അറിയപ്പെടുന്നത്. ഇവിടെ BJP സർക്കാർ അതല്ല ചെയ്തിട്ടുള്ളത്. നരേന്ദ്രമോദിയുടെ പേരിലല്ല ആ പദ്ധതി അറിയപ്പെടുന്നത്. പ്രധാനമന്ത്രി PM എന്നുള്ള രീതിയിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക. അങ്ങനെ എത്തിക്കുമ്പോൾ ഇത് താഴെ തട്ടില് ജനങ്ങളുമായിട്ട് കൂടുതൽ സമ്പർക്കം പുലർത്താനും പാർട്ടിക്ക് അടുപ്പം സ്ഥാപിക്കാനും അത് നേട്ടമുണ്ടാക്കും എന്ന് രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഇതിനു വേണ്ടി പ്രത്യേക പരിശീലനവും ഒക്കെ നൽകാൻ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിന്റെ നേട്ടം പ്രതിഫലിക്കും. കാരണം അതിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. പല പഞ്ചായത്തുകളും പിടിക്കാൻ പറ്റും, പല കോർപ്പറേഷനും പിടിക്കാൻ പറ്റും, മുനിസിപ്പാലിറ്റികൾ നിലവിലുള്ളത് നിലനിർത്താൻ സാധിക്കും. അങ്ങനെ നേട്ടമുണ്ടാകുമ്പോൾ അതിന്റെ അടുത്ത നേട്ടം, അനന്തരഫലം സംഭവിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ നോട്ടമിട്ടിരിക്കുന്നത് കേരളത്തിലെ 140 സീറ്റുകളില് NDA സഖ്യം വിപുലീകരിക്കും. എന്നിട്ട് 40 സീറ്റുകൾ കേന്ദ്രീകരിക്കും. പ്രധാനമായിട്ടും 40 സീറ്റുകൾ. ഇതില് 20 സീറ്റുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. അതായത് വിജയസാധ്യത കണ്ടുകൊണ്ടുള്ള. പിന്നെ അതിനു വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ളവരെ, ഇപ്പൊ ശോഭാ സുരേന്ദ്രന് കായംകുളം സീറ്റ് നൽകും. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വൻ മുന്നേറ്റം നടത്തിയതാണ്. കായംകുളത്ത് ശോഭാ സുരേന്ദ്രന് ലീഡ് ഉണ്ടായിരുന്നു. ഇതൊക്കെ വിജയസാധ്യതയ്ക്കുള്ള വകുപ്പാണ്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ അവിടെ ഇറക്കും. അതുപോലെ തന്നെ തിരുവല്ലയിൽ അനൂപിന്, ഷോൺ ജോർജിന് പാലയിലോ ഈരാറ്റുപേട്ടയിലോ മത്സരിക്കാനുള്ള അവസരം കൊടുക്കും. അതുപോലെ 40 ഇടങ്ങളില് 40 നിയമസഭാ മണ്ഡലങ്ങളിൽ ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ ഇറക്കും. ഇത് ക്രൈസ്തവരെ കൂടുതൽ ചേർത്ത് നിർത്താൻ സാധിക്കും. അതുപോലെ മറ്റു പാർട്ടികളിൽ നിന്ന് BJP-യിലേക്ക് വരാൻ സാധ്യതയുള്ളവരെ, വിശ്വാസ്യത
കണ്ടെത്തി അവരെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്യും. ഇങ്ങനെ പല വഴികളിലൂടെ തന്ത്രമാണ് രാജീവ് ചന്ദ്രശേഖർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്.